സാമ്പ്രാണിക്കോടി വിനോദസഞ്ചാരം പുനരാരംഭിക്കുന്നത് ഇനിയും വൈകും. കളക്ടർ വിളിച്ചു ചേർത്ത യോഗവും തർക്കങ്ങൾ മൂലം അലസിപ്പിരിഞ്ഞു. ഒക്ടോബർ 1 സാമ്പ്രാണിക്കോടി വിനോദസഞ്ചാരത്തിന് താൽക്കാലിക പൂട്ടുവീണത്. സാമ്പ്രാണിക്കോടിയിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള DTPCയുടെ പുതിയ കൗണ്ടർ മണലി ക്ഷേത്രത്തിന് മുന്നിൽ ആരംഭിച്ചതിനെ എതിർത്ത് ഒരു വിഭാഗം ബോട്ടുടമകളും ജീവനക്കാരും രംഗത്ത് വന്നതിനെ തുടർന്നാണ് സാമ്പ്രാണിക്കോടി ബോട്ട് സർവീസ് പോലീസ് നിർത്തിവെപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രാക്കുളം സാമ്പ്രാണിക്കോടിയിലെ DTPC കൗണ്ടറിന് പിന്നാലെ പ്രാക്കുളം മണലിൽ ക്ഷേത്രത്തിന് സമീപത്തെ കടവിൽ DTPC പുതിയ ടിക്കറ്റ് കൗണ്ടർ ആരംഭിച്ചത്. ഒക്ടോബർ 1 മണലിൽ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും 2 ബോട്ടുകൾ സാമ്പ്രാണിക്കോടിയിലേക്ക് സർവീസ് ആരംഭിച്ചിരുന്നു. ഇതിനെതിരെ ബോട്ട് ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബോട്ടുകൾ സർവീസ് മുടക്കി പ്രതിഷേധം നടത്തി. മണലി കടവിൽ നിന്നുമെത്തിയ 2 ബോട്ടുകളിലെ സന്ദർശകരെ തുരുത്തിലിറക്കാൻ പ്രതിഷേധക്കാർ സമ്മതിച്ചില്ല. തുരുത്തിനു ചുറ്റും ബോട്ട് കെട്ടിയിട്ട് അവർ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതോടെ ഇരുഭാഗത്തും പ്രതിഷേധം ശക്തമായി. തുടർന്നാണ് അഞ്ചാലമ്മൂട് പോലീസ് ബോട്ട് സർവീസുകൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. സ്വകാര്യ സ്ഥലത്തെ DTPCയുടെ കൗണ്ടറിനോട് സഹകരിക്കില്ല എന്ന നിലപാടിലാണ് ബോട്ടുടമകൾ. ഇവിടെ സാമ്പ്രാണിക്കോടി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നം, സാമ്പ്രാണിക്കോടിയിൽ ഞങ്ങളിവിടെ ഇതിനു മുമ്പ് പ്രൈവറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയമാണ്. കാരണം അന്നേരം കുരിപ്പുഴയിൽ ഈ മുക്കാട് ഈ മണലി ക്ഷേത്രം നാലാ ഭാഗത്തു നിന്നും ആൾ വന്നുകൊണ്ടിരുന്നു. ഇവിടെ ആകെ അടിയും വഴക്കും ബഹളവും നടക്കുന്ന ഒരു സമയത്തിലാണ് ഇവിടെ ഒരു അപകടം നടക്കുന്നത്. അപകടം നടന്ന് 6 മാസത്തോളം ഇത് പൂട്ടിയിട്ടതിന് ശേഷം കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് വെച്ചു. കാരണം ഇവിടെ ഒരു സാമുദായിക സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് സാമ്പ്രാണിക്കോടിയിൽ മാത്രം സർവീസ് നടത്തിയാൽ മതി എന്നതിൻ്റെ ഒരു ഉത്തരവ്. കാരണം ബഹുമാനപ്പെട്ട മുകേഷ് MLA, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, DTPC സെക്രട്ടറി, പിന്നെ പോർട്ട് ഓഫീസർമാർ, ഫയർഫോഴ്സ്, ഇതെല്ലാം കൂടെ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് മാത്രം സർവീസ് നടത്താൻ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഈ നല്ല രീതിയിൽ ഒരു പോലീസ് കേസോ ഒന്നുമില്ലാതെ നമ്മൾ നല്ല രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിലാണ് ഇപ്പം മണലി ക്ഷേത്രത്തിൽ നിന്ന് അവിടെ സർവീസ് നടത്തുവാൻ DTPC ഞങ്ങൾ തോന്നുന്നു 26 ബോട്ട് അവിടെ പോകണം, 26 ബോട്ട് ഇവിടെ കിടന്ന് ഓടണം എന്നുള്ള അടിസ്ഥാനത്തിൽ അവർ വന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ ഉത്തരവ് നമ്മളൊരു സെൻറ്റർ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവ് വേണം, ഒരു ഗവൺമെൻറ് ഉത്തരവ് വേണം, അല്ലെങ്കിൽ DTPCയുടെ ചെയർമാൻ എന്ന നിലയിൽ കളക്ടറുടെ ഉത്തരവാണ്. ആ ഉത്തരവൊന്നുമില്ലാതെ ഒരു ദിവസം ഒരു 2 ബോട്ടിനകത്ത് കുറേ ആൾക്കാരെയും കയറ്റി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2.5 വർഷക്കാലം ഇവിടെ സർവീസ് നടത്തുന്ന തൊഴിലാളികൾ എന്ന നിലയ്ക്ക് ഞങ്ങളത് തടഞ്ഞു. അത് പോലീസ് വന്നു, നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ നിർത്തിവെച്ചു. ഇന്നലെ ജില്ലാ കളക്ടറുടെ മുമ്പിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയപ്പോഴും അവർ അന്നേരവും പറഞ്ഞു വെച്ചേക്കുന്നത് ഈ കാര്യമാണ്. നമ്മുടെ ഇതേവരെ അവരൊരു സെൻറ്റർ തുടങ്ങണമെങ്കിൽ അവിടെ അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കണം, ഈ ബാത്റൂം സൗകര്യം ഒരുക്കണം, വരുന്ന ഗസ്റ്റുകൾക്ക് വിശ്രമിക്കാനുള്ള സംവിധാനം ഒരുക്കണം. ഈ സ്ത്രീകളും കുട്ടികളും വെള്ളത്തിൽ നനഞ്ഞു വരുന്നതാണ്, അവർക്ക് ഡ്രസ്സ് മാറാനുള്ള സംവിധാനം ഒന്നുമില്ലാതെ വെറും തുറസായ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടറും വെച്ച് കൗണ്ടർ എന്ന് പറയല്ല, ടിക്കറ്റ് മെഷീൻ കൊണ്ട് ഒരു സ്റ്റാഫിനെയും വിട്ട് ടിക്കറ്റ് അടിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അവർ ചെയ്തത്. ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ, ഞങ്ങൾക്ക് അവിടെ സെൻറ്റർ തുടങ്ങുന്നതിന് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അവിടെ അതിനുള്ള സംവിധാനം ഒരുക്കുക. അവിടെയുള്ള സംവിധാനം ഒരുക്കിയിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമുണ്ട് അവിടെ, ആ ഗവൺമെൻറ് ബോട്ട് ഗേറ്റിൽ നിന്നും സർവീസ് ആരംഭിച്ച് അവരിവിടെ കൊണ്ടുപോകും, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളെ ആരെയും നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. കാരണം നമുക്ക് അപകട മേഖലയാണെന്നുള്ള സ്ഥലത്ത് നിർബന്ധിച്ച് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയാണ്. അവർ പറയുന്നത് നിങ്ങൾ അവിടെ പോയി ചെയ്യുന്നത് നിങ്ങൾക്ക് കുഴപ്പം, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒരു അപകടം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ മാത്രമായിരിക്കും. കാരണം ബോട്ട് ഓടിക്കുന്ന അതിൻ്റെ സ്രാങ്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ 53 പേരും രേഖാമൂലം എഴുതി DTPC സെക്രട്ടറിക്കും ജില്ലാ കളക്ടർക്കും ഞങ്ങൾ കൊടുത്തു. ഇവിടെ ഞങ്ങൾക്ക് ഈ അപകട മേഖലയിലേക്ക് ബോട്ടിംഗ് നടത്തുവാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തുടർന്നും സർവീസ് നടത്താൻ അനുമതി തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് കൊടുത്തു. പക്ഷേ അവരത് അംഗീകരിച്ചിട്ടുമില്ല. അവരൊരു രാഷ്ട്രീയ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം മുതലേ അവർ ആ നിലപാടിലാണ് വന്നത്. നമ്മൾ പറയുന്നതാണ്, ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നും ഇഷ്ടംപോലെ ഗസ്റ്റുകൾ വന്ന ദൂര സ്ഥലത്ത് നിന്നൊക്കെ ഇതറിയാതെ വന്ന് പെട്ടുപോയാണ്. നമ്മൾ അവിടെ അതിനുള്ള സംവിധാനം ഒരുക്കുന്നത് വരെ നമുക്ക് ഇവിടെ ഈ ബോട്ടിങ് തുടർന്ന് നടത്തിയിട്ട് അവർ അതിനുള്ള ടിക്കറ്റ് കൗണ്ടറും അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് അവിടെ നിന്ന് തുടങ്ങിക്കോട്ടെ. അതുവരെ ഇത് നടത്തിയേണ്ട ആവശ്യം എന്താണെന്ന് ഞങ്ങൾ ഇന്നലെ ചോദിച്ചത്. അപ്പം അവർ മൊത്തം അങ്ങ് പൂട്ടിയിടുക എന്നതാണ് അവരുടെ തീരുമാനം മൊത്തം എടുക്കുന്നത് ഈ അമ്പല കമ്മിറ്റിയാണ്. അമ്പല കമ്മിറ്റി പറയുന്നതേ അവർ കേൾക്കുന്നുള്ളൂ. ഇവിടുത്തെ പ്രദേശത്തോടുന്ന് ഇത്രയും തൊഴിലാളികൾ പറയുന്ന പ്രശ്നം അവർ കേൾക്കുന്നില്ല. ആ കമ്മിറ്റി പറയുന്നത് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. കാരണം ഇവിടെ അങ്ങനത്തുള്ള സാമുദായിക പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. 26 ബോട്ടുകൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇവിടെ ഓടുന്നുണ്ട്.
അവർക്ക് ആർക്കും ഇല്ലാത്തത് ഇവർക്ക് എന്താണ് ആ ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. 16ഓളം ബോട്ടുകൾ ക്ഷേത്രക്കടവിൽ നിന്ന് മുൻപ് സർവീസ് നടത്തിയിരുന്നതാണെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ക്ഷേത്ര മൈതാനം പോലെ ഒരു സ്ഥലം മറ്റൊരിടത്തില്ലെന്നും ഇവിടെ നിന്നും സർവീസുകൾ അനുവദിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ശ്രീകുമാരമംഗലം ക്ഷേത്രക്കടവിൽ നിന്നും 2021 മാർച്ച് 13 DTPC സെക്രട്ടറിയായിരുന്ന രമ്യ എസ് കുമാർ ഫ്ലാഗ് ഓഫ് കർമ്മം ചെയ്ത് ഉദ്ഘാടനം ചെയ്ത ബോട്ട് സർവീസാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ 1 വർഷം കഴിഞ്ഞ സമയത്ത് തുരുത്തിൽ കച്ചവടത്തിന് പോയ ഒരു സ്ത്രീ മരണപ്പെട്ടതിനെ തുടർന്ന് ഇത് മൊത്തം നിർത്തലാക്കുകയും പിന്നീട് നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഒരു സമിതിയെ വെച്ച് പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെൻറ്റർ മതി, അതിനുശേഷം തുടക്കത്തിൽ നമ്മൾ സാമ്പ്രാണിക്കോടിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സെൻറ്റർ മാത്രം മതി എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കിടന്ന് സർവീസ് നടത്തിയ 16ഓളം വള്ളങ്ങളും എല്ലാം അവിടെ ചെന്ന് സർവീസ് നടത്താൻ തുടങ്ങുകയും ചെയ്തിട്ടുള്ളതാണ്. തുടർന്ന് നമുക്കിവിടെ സർവീസ് സെൻറ്റർ അനുവദിക്കാം എന്ന് പറയുകയും ചെയ്തിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ ഈ അപേക്ഷകളുടെയും എല്ലാത്തിൻ്റെയും പേരിൽ കളക്ടറേറ്റിൽ കൂടിയ 23/1/2024 കൂടിയ കളക്ടറേറ്റിൽ കൂടിയ എല്ലാ ആൾക്കാരുടെയും ജനപ്രതിനിധികളുടെയും ഓഫീസർമാരുടെ എല്ലാം അധ്യക്ഷതയിൽ കൂടിയ കളക്ടർ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച് 1-ാം തീയതി 1/10/2024 ഇവിടെ നിന്നും സർവീസ് DTPCയുടെ ഒരു കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചതാണ്. എന്നാൽ ഇവിടുന്ന് ടൂറിസ്റ്റുകളുമായിട്ട് പോയ ബോട്ട് തുരുത്തിൽ ചെല്ലുമ്പോൾ അവിടെ തടയുകയും തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുക്കാത്ത രീതിയിൽ അന്ന് CI ബോട്ടിലുണ്ടായിരുന്ന പോലീസുകാരും എല്ലാം ഇട്ട് തിരിച്ച് ഞങ്ങൾ സാമ്പ്രാണിക്കോടി വരികയും അവിടെ വന്നതിനെ തുടർന്ന് അന്ന് ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CIയുടെയും ഇവിടെയുള്ളവരുടെ എല്ലാം കൂടെ ഒരു ഇത് വെച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് 4 മണി വരെ നടത്തിയിടുവാനും 4 മണിക്ക് സ്റ്റേഷനിൽ വെച്ചൊരു മീറ്റിംഗ് കൂടുകയും ആ മീറ്റിങ്ങിൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആൻ്റണി എന്ന് പറഞ്ഞ അവിടുന്ന് വന്ന ഒരു കക്ഷിയാണ് പറഞ്ഞത് 10 ദിവസം അടച്ചിട്ടാലും ഞങ്ങൾക്കൊരു വിഷയവും ഇല്ല, അടച്ചിട്ടോ സാറേ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 2 ദിവസത്തേക്ക് അടച്ചിട്ടിട്ട് 3-ാം തീയതി ഒരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ടേൺ വ്യവസ്ഥ പാലിക്കാൻ അവർക്ക് സാധ്യമല്ല, അവരുടെ താല്പര്യം അനുസരിച്ച് ഓടത്തുള്ളൂ. ജില്ലാ ഭരണകൂടം എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ആദ്യം അംഗീകരിച്ചിട്ട് പോയവർക്ക് പിന്നീട് ഇവിടെ സർവീസ് 1 തൊട്ട് 25 വരെ അവിടെയും 26 തൊട്ട് ബാക്കിയുള്ളത് ടേൺ അനുസരിച്ച് 2 ദിവസം മാറിയും തിരിഞ്ഞും അങ്ങനെ ഓടാമെന്നുള്ള വ്യവസ്ഥ അംഗീകരിച്ചിട്ട് പോയവരാണ് മാറിപ്പോയത്. ഇപ്പം വീണ്ടും മീറ്റിങ്ങിൽ അവർക്ക് ആലോചിക്കണം, എടുക്കത്തില്ല, ഞങ്ങളിങ്ങോട്ട് വരത്തില്ല എന്നുള്ളൊരു നിർദ്ദേശം വെച്ച് അതല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇവിടുന്ന് ബോട്ട് സർവീസ് 2 ആരംഭിക്കാം എന്ന് പറയുകയുണ്ടായിട്ടുള്ളതാണ്. ഈ ക്ഷേത്രം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 ഏക്കറോളം സ്ഥലം ഈ ക്ഷേത്രം സ്വന്തമായിട്ടുള്ളതും വിശാലമായ പാർക്കിംഗ് സൗകര്യവും ടോയ്ലറ്റ് ഫെസിലിറ്റീസും വരുന്ന ബസ്സുകളിൽ വരുന്ന ഫുഡ് കൊണ്ടുവരുന്ന ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ സദ്യാലയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാവുന്നതും മാത്രമല്ല ഇവിടുന്ന് ഏകദേശം തുരുത്തിലേക്ക് ഈ ഒരു സൈഡിലേക്ക് 20 മിനിറ്റിലധികം യാത്രാ ദൂരമുള്ളതും ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗവും തർക്കങ്ങളെ തുടർന്ന് അലസിപ്പിരിഞ്ഞു. ഒക്ടോബർ 31 വരെ താൽക്കാലികമായി സാമ്പ്രാണിക്കോടി വിനോദസഞ്ചാരം അടച്ചിടാനും ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നവംബർ 1 മുതൽ സാമ്പ്രാണിക്കോടി, മണലിൽ ക്ഷേത്രക്കടവ്, കുരീപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും ബോട്ട് സർവീസുകൾ ആരംഭിക്കാനുമാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാമ്പ്രാണിക്കോടി വിനോദസഞ്ചാരം നിർത്തിവെച്ചതറിയാതെ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഞങ്ങൾ പത്തനംതിട്ടയാണ്. ഇവിടെ വന്നിട്ടാണ് അറിയുന്നത് ഇവിടെ ബോട്ടിംഗ് ഇല്ല എന്നുള്ളത്. ഇവിടത്തേക്കായിട്ട് വന്നതാണോ? ഇവിടത്തേക്കായിട്ട് വന്നതാണ്. കുടുംബസമേതം? കുടുംബസമേതം വന്നതാണ്. ഇവിടെ വന്ന് ഒരു 1 കിലോമീറ്റർ മുന്നേ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ ബോട്ടിംഗ് ഇല്ലാന്നും നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ, വന്നുപോയി അപ്പം 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ.